Dear students, welcome back to Safari Future Academy Bond Booster Series. നമ്മൾ കഴിഞ്ഞ ദിവസം ഫെർട്ടിലൈസേഷൻ വരെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. ആൻജിയോസ്പേംസിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പൊ നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസേഷന്റെ അല്ലെങ്കിൽ റിപ്രൊഡക്ഷന്റെ 3 ഇവന്റ്സ് ആണ് ഇത്: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് കഴിഞ്ഞു? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഓൾറെഡി കഴിഞ്ഞു. ഇതൊക്കെയാണ് ഗ്യാമെറ്റോജെനസിസ് ആൻഡ് ഗ്യാമെറ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞു. ദെൻ ഫെർട്ടിലൈസേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. നെക്സ്റ്റ് എന്ത് വേണം? അപ്പോ നെക്സ്റ്റ് വരുന്ന പോർഷൻ, ലാസ്റ്റ് പോർഷൻ എന്താണ്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്? ദാറ്റ് മീൻസ് the events that is takes place after fertilization. Post fertilization, that means events takes place after fertilization. Events that is takes place after fertilization, that is called post fertilization events. After pre എന്ന് പറഞ്ഞാൽ മുന്നേ, പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷന്റെ പ്രോഡക്ട്സ് ഒന്നും കൂടി ഒന്ന് നോക്കാം. നമ്മുടെ സിംഗമിയുടെ പ്രോഡക്റ്റ് എന്താണ്? സിംഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ആണ്. അതിന്റെ ഫ്യൂഷൻ പ്രോഡക്റ്റ് ആണ് നമ്മുടെ സൈഗോട്ട്. സൈഗോട്ടിന്റെ പ്ലോയിഡ് എന്താണ്? 2n. പ്ലോയിഡ് എന്ന് വെച്ചാൽ ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ എന്നുള്ള കണ്ടീഷൻ അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഡിപ്ലോയിഡ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ട്രിപ്പിൾ ഫ്യൂഷന്റെ പ്രോഡക്റ്റ് ആണ്. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ട്രിപ്പിൾ ഫ്യൂഷൻ? ദാറ്റ് ഈസ് പെൻ അല്ലേ. പെൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതിന്റെ പ്ലോയിഡ് എന്തായിരുന്നു? 3n. ഇതാണ് നമ്മുടെ എന്താ സിംഗമിയുടെ അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷന്റെ പ്രോഡക്റ്റ്. ഇനി എന്ത് ചെയ്യാണ്? ഈ സൈഗോട്ടിനും പെന്നിനും പിന്നെ അതിന്റെ അസോസിയേറ്റഡ് പാർട്സിനും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അപ്പൊ അത് നമുക്ക് നോക്കാം. സൈഗോട്ട് എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു എംബ്രിയോ. എംബ്രിയോ എന്തായിട്ട് മാറുന്നത്? ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും, ന്യൂ പ്ലാന്റ് ആയിട്ട് മാറും. ദെൻ വാട്ട് ഹാപ്പൻ ടു ദിസ് പെൻ? പെൻ ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു എൻഡോസ്പേം. പെൻ ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു എൻഡോസ്പേം. രണ്ടെണ്ണം കഴിഞ്ഞു. അപ്പൊ നോക്കി നോക്കാം. നമുക്ക് ഇവിടെ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിന്റെ ഉള്ളിലാണ് ഇത് രണ്ട് സംഭവിച്ചത് അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഇതിനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡെഗ്മെന്റ് ഉണ്ട്, പിന്നെ അതിന് സ്റ്റോക്ക് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് പറഞ്ഞ? എംബ്രിയോ സാക്കിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് ഫോം ചെയ്തു? സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് എന്തായി മാറി? എംബ്രിയോ ആയിട്ട് മാറി. പെൻ എൻഡോസ്പേം ആയി മാറി. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഈ സ്ട്രക്ചർ എവിടെ നടക്കുന്നത്? takes place inside the pistil അല്ലേ. പിസ്റ്റില് ഈ ഒരു ഓവ്യൂളിന്റെ സ്ട്രക്ചർ ആണ് ഇത് കൊടുത്തത് അല്ലെ. അപ്പൊ നമുക്ക് ഈ സ്ട്രക്ചേഴ്സ് ഇവിടെ ഫോം ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ പാർട്സിനൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു അറിയണം. അതായത് നമ്മുടെ ഓവ്യൂള്, മനസ്സിലായാലും ഓവ്യൂൾ എന്താന്ന്? ഓവ്യൂള് അതായത് ഈ സ്ട്രക്ചറിന് എന്ത് സംഭവിക്കും? ഓവ്യൂൾ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു സീഡ്. ഓവ്യൂൾ സീഡ് ആവുകയാണെങ്കിൽ ഈ ഓവ്യൂളിന് 2 ഇന്റഗ്മെന്റ്സ് ഉണ്ടല്ലോ. ഈ ഇന്റഗ്മെന്റ്സ് എന്താണ്? വൺ ഈസ് ഔട്ടർ ഇന്റഗ്മെന്റ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഇന്നർ ഇന്റഗ്മെന്റ്. ഈ 2 ഇന്റഗ്മെന്റ്സിന് എന്ത് പറ്റും? ഔട്ടർ ഇന്റഗ്മെന്റ് ഉണ്ട്, ഇന്നർ ഇന്റഗ്മെന്റ് ഉണ്ട് അല്ലെ. ഓവ്യൂൾ സീഡ് ആവുകയാണെങ്കിൽ ഇന്റഗ്മെന്റ്സിന് എന്ത് നടക്കും? സീഡിന്റെ കോട്ടായിട്ട് മാറും. അപ്പോ ഓവ്യൂൾ സീഡ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്തുള്ളത്? ഒരു ഔട്ടർ ഇന്റഗ്മെന്റ് ഉണ്ട്. ഔട്ടർ ഇന്റഗ്മെന്റ് ഔട്ടർ വോൾ, ഔട്ടർ ഇന്റഗ്മെന്റ് ഉണ്ട്. Then next one inner integument. Outer integument എന്തായിട്ട് മാറും? സീഡിന്റെ ഔട്ടർ കോട്ട്. സീഡിന്റെ ഔട്ടർ കോട്ട് ആണ് നമുക്ക് ടെസ്റ്റ എന്ന് പറയും. എന്താ പറയുന്നത്? ടെസ്റ്റ. ഇന്നർ ഇന്റഗ്മെന്റിനെ പറയുന്ന പേരാണ് ടെഗ്മെൻ. ഇത് രണ്ടും ആരാണ്? These two are the seed coat. Seed coat ന്റെ 2 ലെയർ. ഓവ്യൂൾ സീഡ് ആയി കഴിഞ്ഞപ്പോൾ ഇന്റഗ്മെന്റ്സ് എന്തായിട്ട് മാറി? സീഡ് കോട്ട് ആയിട്ട് മാറി. അപ്പൊ നോക്കിക്കേ, ഇത്രയും പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ എന്താ? ഈ ന്യൂസിലെസ് ഉണ്ട്, അതിന്റെ ചുറ്റും
ന്യൂസിലെസിന്റെ ഭാഗം സാധാരണ എംബ്രിയോസൊക്കെ എൻലാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തോളും നമ്മുടെ ന്യൂസിലെസ് അവിടുന്ന് ഡീജനറേറ്റ് ചെയ്തു. ഇനി ചില പ്ലാന്റ്സിൽ മാത്രം എന്തുണ്ട് ഈ ന്യൂസിലെസ് അവിടെ പെർസിസ്റ്റ് ചെയ്യും. പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ന്യൂസിലെസിനെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ന്യൂസിലെസ് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ന്യൂസിലെസിനെ പറയുന്ന പേരാണ് പെരിസ്പെർം എന്ന് പറയുന്നത്. എല്ലാ പ്ലാന്റ്സിലും ഒന്നുമില്ല, നമ്മൾ ബ്ലാക്ക് പെപ്പറിൽ ഒക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ പെർസിസ്റ്റന്റ് ന്യൂക്ലിയസ് ഞാൻ പറയുന്ന പേരാണ് എന്ത് പെരിസ്പെർം. നോർമൽ കേസിൽ എംബ്രിയോസാക്ക് ഇങ്ങനെ എൻലാർജ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ന്യൂസിലസ് പാരങ്കൈമയല്ലേ, പാരങ്കൈമ സെൽസ് ഒക്കെ ഡീജനറേറ്റ് ചെയ്ത് പോകും. ചില സമയത്ത് എന്ത് ചെയ്യും അത് ഡീജനറേറ്റ് ചെയ്ത് പോവാതെ കുറച്ച് ഭാഗത്തോടെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെരിസ്പെർം. പെരിസ്പെർം മെയിൻ ആയിട്ട് കാണുന്ന നമ്മുടെ ബ്ലാക്ക് പെപ്പർ ആണ് ടിപ്പിക്കൽ എക്സാമ്പിൾ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇതിന്റെ ചേഞ്ചസ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ഓവ്യൂൾ ആണ് നമ്മളിവിടെ എൻലാർജ് ചെയ്ത് വരച്ച്. നെക്സ്റ്റ് എന്ത് ചെയ്യണം പോളിനേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചില പ്ലാന്റ്സിൽ കാലിക്സ് അവിടെ പെർസിസ്റ്റ് ചെയ്യും. ചിലതിൽ എന്ത് ചെയ്യും കാലിക്സും പോവും, കൊറോള ആദ്യം തന്നെ താഴെ വീണ് പോവും. അപ്പൊ കാലിക്സ് കൊറോളയൊക്കെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് അതുപോലെ തന്നെ സ്റ്റേമനും പോയി. നെക്സ്റ്റ് എന്താണ് ഈ പാർട്ടിന് മാത്രം ഇത് നമ്മുടെ ഗൈനീഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ കാർപ്പലിന് മാത്രമാണ് അവിടെ ചേഞ്ച് വരുന്നത്. അപ്പൊ നോക്കുക നമ്മുടെ ഓവറിയുടെ സ്റ്റേജ് പറഞ്ഞ നെക്സ്റ്റ് എന്താണ് ഈ ഓവറിക്ക് എന്ത് ചേഞ്ച് സംഭവിക്കുക ഓവ്യൂള് സീഡായിട്ട് മാറി. അതേസമയം നമ്മുടെ ഓവറി എന്തായിട്ട് മാറുവാണ് ഫ്രൂട്ട് ആയിട്ട് മാറും. ഓവറി നേരെ ഫ്രൂട്ട് ആയിട്ട് മാറും. കാലിക്സ് ചില പ്ലാന്റ്സിൽ ഇപ്പൊ നമ്മളെ സൊളനേസിയ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തോളും കാലിക്സ് പെർസിസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളതിലൊക്കെ എന്ത് ചെയ്തൊക്കെ കാലിക്സ് താഴെ വീണു പോവും, കൊറോള വീണു പോവും, ആൻഡ്രീഷ്യം പോവും. അവസാനം എന്താ ഉണ്ടാവുള്ളൂ ഗൈനീഷ്യത്തിന്റെ പാർട്ടിന് മാത്രമാണ് മെയിൻ ആയിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ ഓവറി എന്തായിട്ട് മാറി ഫ്രൂട്ട് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ ഓവറിയുടെ വോളിന് എന്ത് സംഭവിക്കും ഓവറി ഫ്രൂട്ട് ആകുവാണെങ്കിൽ ഓവറിയുടെ വോൾ എന്തായിട്ട് മാറും ഫ്രൂട്ടിന്റെ വോൾ ആയിട്ട് മാറും. അപ്പോ ഓവറി വോൾ that become a fruit wall. ഈ ഫ്രൂട്ട് വോളിനെ പറയുന്ന വേറൊരു പേരുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പെരികാർപ്പ് എന്ന് പറയും. അപ്പൊ നോക്കി എന്തൊക്കെയാ നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് നോക്കിയേ. വൺ ഈസ് സൈഗോട്ട് that is developed into embryo, then next pen that is developed into endosperm, then ovule that is developed into a seed, then outer integuments that become outer layer. സീഡ് കോട്ടിന്റെ ഔട്ടർ ലെയർ ആണ് ഔട്ടർ. ദെൻ ഇത് എന്താണ് ഇന്നർ ആണ് ടെസ്റ്റ ആൻഡ് ടെഗ്മെന്റ്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു നമ്മുടെ ന്യൂസിലസ് ചില പ്ലാന്റ്സിൽ എന്ത് ചെയ്യും പെർസിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് പെരിസ്പെർം. ദെൻ നെക്സ്റ്റ് ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറി. ദെൻ ഓവറി വോൾ ഫ്രൂട്ട് വോൾ ആയി മാറി. ഓവറി വോൾ ഫ്രൂട്ട് വോളിനെ പറയുന്ന വേറൊരു പേരാണ് പെരികാർപ്പ് എന്ന് പറയും. പെരികാർപ്പ്. പെരികാർപ്പിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഫ്രൂട്ടിനെ ഡ്രൈ ഫ്രൂട്ട്, ഫ്ലഷി ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യും. ഇത് നന്നായിട്ട് പഠിക്കുക, ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അങ്ങനെ എഴുതി പഠിച്ചാൽ മതി. സൈഗോട്ട് ദാറ്റ് ബിക്കം എംബ്രിയോ, പെൻ ദാറ്റ് ബിക്കം എൻഡോസ്പെർം, ആൻഡ് ദെൻ നമ്മുടെ ഓവ്യൂൾ ദാറ്റ് ബിക്കം സീഡ്, then outer integument that become testa, inner integument that become tegmen. Sometime the nucleus that become persistent that is called perisperm. Then ovary that become fruit, and ovary wall that become fruit wall അല്ലെങ്കിൽ പെരികാർപ്പ് എന്ന് പറയും. ഇത്രയാണ് നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരോ മാർക്ക് ഇട്ടിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെ ഒരു ലെഫ്റ്റ് ഹാഫ് കൊടുത്തിട്ട് റൈറ്റ് ഹാഫ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. ഒപ്പം തന്നെ നമുക്ക് ഒന്നും കൂടി ശ്രദ്ധിക്കാം, നമ്മുടെ എൻഡോസ്പെർമിന്റെ ഫങ്ഷൻസ് ചോദിക്കാം. എൻഡോസ്പെർമിന്റെ ഫങ്ഷൻ എന്താണ്? ഇതാണ് നമ്മുടെ എംബ്രിയോക്ക് എന്ത് കൊടുക്കുന്നത്? നറിഷ്മെന്റ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ കൊടുക്കുന്നത്. എംബ്രിയോ ആണ് എന്തായിട്ട് മാറുന്നത്? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന അടുത്ത പ്രോജനി ആയിട്ട് മാറും. Okay, so that's about the post-fertilizational changes. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവർക്ക് ഓരോരുത്തർക്കും വരുന്ന ചേഞ്ചസ് പഠിക്കണം അല്ലെ. സൈഗോട്ടിന് എന്തായിട്ട് മാറണം?
എംബ്രിയോ ആയിട്ട് മാറണം, പെന്നിന് എന്തായിട്ട് മാറണം, എൻഡോസ്പേം ആയിട്ട് വരും അല്ലെ. അപ്പൊ എംബ്രിയോ ആണോ എൻഡോസ്പേം ആണോ ആദ്യം ഡെവലപ്പ് ചെയ്യുക? നമ്മൾ പറയുമ്പോ എന്ത് പറയും, സൈഗോട്ട് എംബ്രിയോ പെൻ എൻഡോസ്പേം എന്നൊക്കെ പറയും. പക്ഷെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? പെന്നിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് ആണ് ആദ്യം നടക്കുക. അത് എന്തുകൊണ്ടായിരിക്കും എൻഡോസ്പേം ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കാരണം എന്താ? ഇത് തന്നെ നമ്മുടെ എൻഡോസ്പേം ആണ് എന്ത് ചെയ്യുന്നത്, എംബ്രിയോക്കുള്ള നറിഷ്മെന്റ്സ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ന്യൂട്രീഷൻ ആദ്യം ഫോം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം, നമ്മുടെ സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അതിന് പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടാതെ അവിടെ പിന്നെ ഡെവലപ്മെന്റ് നടക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് ആണ് ഇത് ഫസ്റ്റ് നടക്കുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് എംബ്രിയോയുടെ ഡെവലപ്മെന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് നോക്കാം. അപ്പൊ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എൻഡോസ്പേം ആദ്യം തന്നെ എവിടുന്ന ഡെവലപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എവിടുന്നാണ്? നമ്മുടെ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ പെൻ ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു എൻഡോസ്പേം. പെൻ ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു എൻഡോസ്പേം. ഇവിടെ നടക്കുന്ന ഡിവിഷൻ എന്താണ്? പ്യുവർലി മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന 2 ടൈപ്പാണ് പറയുന്നത്. ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എൻഡോസ്പേം, ഇപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ എൻഡോസ്പേം എന്ന് വിചാരിക്കുക, ഒരു സിംഗിൾ സെല്ല്. ആദ്യം എന്താ ചെയ്യണേ, ഇതിന്റെ ന്യൂക്ലിയസിനാണ് ഫസ്റ്റ് ഡിവിഷൻ നടക്കുക. ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ്. ന്യൂക്ലിയസിന്റെ ഡിവിഷൻ എന്താ പറയുന്നത്, കാരിയോകൈനസിസ് എന്ന് പറയും അല്ലെ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാരിയോകൈനസിസ് നടന്നു. പക്ഷെ എന്ത് നടക്കില്ല, വോൾ ഫോർമേഷൻ നടക്കില്ല, സൈറ്റോകൈനസിസ് നടക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്, കാരിയോകൈനസിസ് അല്ലെങ്കിൽ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ. കണ്ടിന്യൂസ് ആയിട്ട് ന്യൂക്ലിയസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യും, വോൾ ഫോർമേഷൻ നടക്കും. അപ്പൊ വോൾ ഫോർമേഷൻ നടക്കുമ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ എന്ത്, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ. അതാണ് നമ്മുടെ എൻഡോസ്പേമിലെ ഈ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് കാരിയോകൈനസിസ് മാത്രം നടക്കും. അപ്പൊ എന്ത് ചെയ്തു, ന്യൂമറസ് ന്യൂക്ലിയസ് ഫോം ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ന്യൂക്ലിയസ് നോക്കി ഇതുപോലെ ന്യൂമറസ് ന്യൂക്ലിയസ് ഉണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്, ഇതിന് വോൾ ഫോർമേഷൻ നടക്കും. വോൾ ഫോർമേഷൻ നടക്കുന്നത് എപ്പോഴും എവിടുന്ന് ഇവിടേക്ക് ആയിരിക്കും, ഫ്രം പെരിഫറി ടു സെന്റർ. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം, പെരിഫറി എന്ന് പറഞ്ഞാൽ ഔട്ടർ സൈഡ് അല്ലെ. ഈ പെരിഫറിന്ന് സെന്ററിലേക്ക് എന്ത് നടക്കുവാണ്, വോൾ ഫോർമേഷൻ നടക്കും. അപ്പൊ നോക്കിക്കേ, ന്യൂക്ലിയസ് ഓൾറെഡി ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നു. ദെൻ നെക്സ്റ്റ് എന്ത് നടക്കുവാണ്, ഇവിടെ വോൾ ഫോർമേഷൻ നടക്കും. കണ്ടോ, ഇങ്ങനെ വോൾ ഫോർമേഷൻ നടക്കുമ്പോൾ എവിടുന്ന് എവിടേക്കാന്ന് ശ്രദ്ധിക്കുക. എവിടുന്നാണ്, ഫ്രം പെരിഫറി ടു സെന്റർ. പെരിഫറിന്ന് സെന്ററിലേക്കാണ് ഇത് നടക്കുന്നത്. ന്യൂക്ലിയസ് ഓൾറെഡി ഡിവൈഡ് ചെയ്തിട്ട് വോൾ ഫോർമേഷൻ ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, നമ്മുടെ ന്യൂക്ലിയസ്, നമ്മുടെ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ന്യൂക്ലിയർ ഡിവിഷൻ നടന്നു. ന്യൂമറസ് ന്യൂക്ലിയസ് ഫോം ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് വോൾ ഫോർമേഷൻ നടക്കുന്നത് എപ്പോഴും എവിടേക്കാണ്, വോൾ ഫോർമേഷൻ ദാറ്റ് ഈസ് ടേക്സ് പ്ലേസ് ഫ്രം വോൾ ഫോർമേഷൻ എവിടുന്ന് എവിടേക്കാന്ന് ശ്രദ്ധിക്കുക. എവിടുന്നാണ്, ഫ്രം പെരിഫറി ടു സെന്റർ. കണ്ടോ, അപ്പൊ എന്തായി, പിന്നെ ഇപ്പൊ ഇത് സെല്ലുലാർ ആയി. ഇത് ആദ്യം എന്തായിരുന്നു, ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് ആണ്. ഇതെന്തായി ഇപ്പോ, സെല്ലുലാർ ടൈപ്പ്. അപ്പൊ ചിലതിൽ എന്താണ്, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും, പിന്നെ എന്ത് നടക്കും, പിന്നെ വോൾ ഫോർമേഷൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ സെല്ലുലാർ ടൈപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷന്റെ ഒരു പ്രത്യേകത എന്താണ്, ന്യൂക്ലിയസ് ഫുള്ള് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പിന്നെ വോൾ ഫോർമേഷൻ. അപ്പൊ എന്തായി മാറിയത്, സെല്ലുലാർ ടൈപ്പ് ആയി. അപ്പൊ ഇതിന് നമ്മൾ ടൈപ്പ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്, ദിസ് ഈസ് കൺസിഡർഡ് ആസ് ദി ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ്. നമ്മുടെ കൊക്കനട്ടിലൊക്കെ കാണിക്കുന്നത് ഈ ടൈപ്പാണ്. കൊക്കനട്ടിലൊക്കെ നടക്കുന്നത് എന്താണ്, ഈ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ആണ്. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞിട്ട്, അതായത് ന്യൂക്ലിയർ ഡിവിഷൻ കംപ്ലീറ്റ് ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുന്നത്, ഇവിടെ വോൾ ഫോർമേഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ്. ഇനി നെക്സ്റ്റ് എന്താണ്, ഇപ്പൊ നോക്കിയാൽ ഇത് നമുക്ക് എന്താ, ഇപ്പൊ വോൾ ഫോർമേഷൻ നടക്കും. നമ്മുടെ കൊക്കനട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 2 പാർട്ടുകളാണ് അല്ലെ. കുറച്ച് ഭാഗം എന്താണ്, സോളിഡ് ആയിട്ട് നിൽക്കും. നമ്മൾ കറികൾക്കൊക്കെ വേണ്ടി എടുക്കുന്ന, ചിരികി എടുക്കുന്ന ഭാഗം, ഇതാണ് നമ്മുടെ സോളിഡ് എൻഡോസ്പേം ആണ്. അതേസമയം ഉള്ളിൽ കുറച്ച് വാട്ടർ കാണും
അല്ലെ. ടെൻഡർ കൊക്കനട്ടിലൊക്കെ ആണെങ്കിൽ ഫുള്ള് വാട്ടറിന്റെ പ്രസൻസ് ഒക്കെ ഉള്ളൂ. കാരണം എന്താ, അവിടെ വോൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ എന്ന് പറയാം. പക്ഷെ ഇവിടെ വരുമ്പോ എന്താണ്, ഹാഫ് ലിക്വിഡും ഹാഫ് സോളിഡും എൻഡോസ്പേം ആണ് ഇതിൽ കാണിക്കുക, നമുക്ക് കൊക്കനട്ടിൽ കാണിക്കുക. അപ്പൊ ഒന്ന് പറഞ്ഞേ, സോളിഡ് എൻഡോസ്പേം എന്തായിരിക്കും കാണിക്കുക, ഇവിടെ വോൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു, സെൽ വോൾ ഫോർമേഷൻ ഉണ്ട്. ഇവിടെ എന്താണ്, ഓൺലി ന്യൂക്ലിയസ് മാത്രമേ, ന്യൂക്ലിയർ ആയിട്ടുള്ളതാണ് ഇവിടെ. ഫ്രീ ന്യൂക്ലിയർ ആയിട്ടാണ് ഇവിടെ വരുന്നത്, ലിക്വിഡില് വരും. ഇനി അതേ സമയം നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ടൈപ്പ് ആണ് നമ്മൾ പറഞ്ഞത്, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനിൽ ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു, പിന്നെ വോൾ ഫോർമേഷൻ നടന്നു, ഇവിടുന്ന് പെരിഫറിയിൽ നിന്ന് സെന്ററിലേക്ക്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ ടൈപ്പ്. ഈ സെല്ലുലാർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ആദ്യം ഇതിപ്പോ നമ്മുടെ എൻഡോസ്പേം ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്, ഇത് ആദ്യം തന്നെ എന്ത് ചെയ്യും, ഒന്ന് ന്യൂക്ലിയസ് ഒന്ന് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണമായിട്ട് മാറി. നെക്സ്റ്റ് എന്ത് ചെയ്തു, അപ്പൊ തന്നെ വോൾ ഫോർമേഷൻ. അപ്പൊ എന്താ, ഇപ്പൊ രണ്ട് സെല്ലായിട്ട് മാറിയില്ലേ. നെക്സ്റ്റ് എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസ് ഒന്നും കൂടി ഡിവൈഡ് ചെയ്തു, അഗൈൻ ഇവിടെ വോൾ ഫോർമേഷൻ ആണ്. കണ്ടോ ഇങ്ങനെ, അതായത് വോൾ ഫോർമേഷൻ എന്താണ്, ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കഴിഞ്ഞാൽ അപ്പൊ തന്നെ വോൾ ഫോർമേഷൻ. ഇവിടെ എന്തായിരുന്നു ഡിഫറൻസ്, കംപ്ലീറ്റ് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം വോൾ ഫോർമേഷൻ ഫ്രം പെരിഫറി ടു സെന്റർ. അപ്പൊ നമുക്ക് നമ്മുടെ സെല്ലുലാർ ടൈപ്പിൽ എന്താണ്, ന്യൂക്ലിയർ ഡിവിഷൻ ഇമ്മീഡിയറ്റ്ലി, ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വോൾ ഫോർമേഷൻ. ന്യൂക്ലിയർ ഡിവിഷൻ ഇമ്മീഡിയറ്റ്ലി ഫോളോ വോൾ ഫോർമേഷൻ. അപ്പൊ എന്താണ്, ഇപ്പൊ നമുക്ക് രണ്ട് ന്യൂക്ലിയസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ രണ്ട് സെല്ലായി. നെക്സ്റ്റ് എന്ത് ചെയ്യും, അപ്പൊ തന്നെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 4 ന്യൂക്ലിയസ് ആയി, അപ്പൊ തന്നെ എന്ത് നടന്നു, വോൾ ഫോർമേഷൻ. അതേസമയം ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനിൽ ഒന്നുകൂടി നോക്കാൻ ശ്രദ്ധിക്കുക, ആഫ്റ്റർ കംപ്ലീറ്റ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ, ഈ ന്യൂക്ലിയസിന്റെ കംപ്ലീറ്റ് ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ്, പിന്നെയാണ് വോൾ ഫോർമേഷൻ. ഓക്കെ, രണ്ടും തമ്മിൽ ഡിഫറൻസ് നോക്കിക്കുക. ഇവിടെ ന്യൂക്ലിയസ് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വോൾ ഫോർമേഷൻ. ഇവിടെ ഓരോ ന്യൂക്ലിയർ ഡിവിഷനും കഴിഞ്ഞാൽ അപ്പൊ തന്നെ വോൾ ഫോർമേഷൻ. ഫസ്റ്റ് ഡിവൈഡ് ചെയ്തു, ദെൻ വോൾ ഫോർമേഷൻ. അപ്പൊ എന്ത് ചെയ്തു, എപ്പോഴും ഇത് എന്തായിട്ട് നിൽക്കും, സെല്ലുലാർ ടൈപ്പ് ആയിട്ട് നിൽക്കും. ഇതാണെങ്കിൽ ന്യൂക്ലിയസ് ഫുള്ള് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ വോൾ ഫോർമേഷൻ. ഇതിന് എക്സാമ്പിൾ ആണ് നമുക്ക് കോക്കനട്ട്. അപ്പൊ എന്താണെങ്കിലും എന്ത് ചെയ്യും, എന്ത് ഡിവിഷൻ ഇവിടെ നടക്കുന്നത്, നമ്മുടെ മൈറ്റോഡി ഡിവിഷൻ ആണ് അല്ലെ. പെന്നില് കണ്ടിന്യൂസ് മൈറ്റോഡി ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും, നമുക്ക് എൻഡോസ്പേം ഫോം ചെയ്യും. അപ്പൊ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് ആണ് ആദ്യം നടക്കുക, അതിനുശേഷമാണ് നമുക്ക് എന്ത് നടക്കുക, നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ്. രണ്ട് ടൈപ്പ് ഒന്നുകൂടി നോക്കിയേ, ഫ്രീ ന്യൂക്ലിയർ ആൻഡ് സെല്ലുലാർ. ഡിഫറൻസ് ക്ലിയർ ആയില്ലോ. ഫ്രീ ന്യൂക്ലിയറിൽ കംപ്ലീറ്റ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു, ദെൻ വോൾ ഫോർമേഷൻ. ഇവിടെയാണെങ്കിൽ ഓരോ ന്യൂക്ലിയർ ഡിവിഷനും അപ്പൊ തന്നെ ഇതിനെ ഫോളോ ചെയ്ത് അപ്പൊ തന്നെ നടക്കും, വോൾ ഫോർമേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ്. എംബ്രിയോയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും നമ്മുടെ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ എന്ത് ചെയ്യാം, എംബ്രിയോ എവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, സൈഗോട്ടിൽ അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട്. ആ ഡെവലപ്മെന്റിന് പറയുന്ന വേറൊരു പേരാണ് എംബ്രിയോജെനി എന്ന് പറയുന്നത്. എംബ്രിയോജെനി എന്ന് പറഞ്ഞാല് ഫോർമേഷൻ ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെയാണ് നമുക്ക് നടക്കുക. അപ്പൊ നോക്കിക്കേ, എംബ്രിയോയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത് എപ്പോഴാണ്, നമ്മുടെ മൈക്രോപൈലാർ എൻഡിലാണ് ഇത് നടക്കുന്നത്, എംബ്രിയോയുടെ ഫോർമേഷൻ നടക്കും. ബാക്കി ഇപ്പൊ നമ്മുടെ സൈനഡിറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തോളും, ഡിജനറേറ്റ് ചെയ്ത് പോയിക്കോളും. അതുപോലെ ആന്റിപോഡൽസ് ഡിജനറേറ്റ് ചെയ്തു പോകും. അവർക്കൊന്നും പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നുമില്ല. അവരൊക്കെ എന്താണ്, ഈ ഹാപ്ലോയിഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കിക്കേ, ഈ സൈഗോട്ട് എന്ത് ചെയ്യുവാണ്, കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്യാൻ പോകും. കണ്ടോ, ഇതാണ് നമ്മുടെ സൈഗോട്ട്. സൈഗോട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് രണ്ട് സെല്ലായിട്ട് മാറി അല്ലെ. അപ്പൊ രണ്ട് സെല്ലായിട്ട് മാറി കഴിഞ്ഞപ്പോ എന്താണ്, നമുക്കൊരു ബേസൽ സെല്ലും വന്നു. ഇതാണ് നമുക്ക് ബേസൽ സെൽ. കണ്ടോ, ഇതൊരു ബേസൽ സെല്ലാണ്. രണ്ട് സെല്ല് ഫോം ചെയ്തു. ഈ സെല്ലിന് നമ്മള് ബേസൽ സെൽ എന്ന് പറയും. ഇതാണ് ടെർമിനൽ സെൽ. രണ്ട് സെല്ല് ഫോം ചെയ്യും. ഇനി അപ്പൊ എന്താ, ഇതിന് നമ്മൾ എന്താ പറയാ, ടു സെൽ സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രോ എംബ്രിയോ വിത്ത് ടു സെൽ സ്റ്റേജ് എന്ന് പറയും. ഇനി പിന്നെ ഡിവൈഡ് ചെയ്യില്ലേ, ഇവിടെ നടക്കുന്ന ഡിവിഷൻ ഫുൾ എന്ത് ഡിവിഷൻ തന്നെയാണ്, നമുക്ക് മൈറ്റോഡി ഡിവിഷൻ ആണ് നടക്കുന്നത്, മൈറ്റോസിസ് ആണ് നടക്കുന്നത്. അവിടെ ഹാപ്ലോയിഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. സൈഗോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോഡി ഡിവിഷൻ നടക്കും. അപ്പൊ എന്ത് ചെയ്തു, ഇപ്പൊ ടു സെൽഡായി. എഗൈൻ എന്ത് ചെയ്തു, ഈ ബേസൽ സെല്ലിലും ടെർമിനൽ സെല്ലിലും എന്ത് നടക്കും,
പിന്നെ കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ബേസൽ സെല്ലിൽ നിന്ന് നമ്മൾ കണ്ടോ ഈ ഒരു സ്ട്രക്ചർ, നല്ല നീണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ കണ്ടോ, അതായത് സസ്പെൻസർ എന്ന് പറയും. സസ്പെൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് മാത്രമല്ല കേട്ടോ, ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളത് എന്താണ്, സസ്പെൻസർ ആണ്. അപ്പോ നമ്മുടെ സൈഗോട്ടിന് എന്ത് ചെയ്തു, ആദ്യം 2 സെല്ലായിട്ട് മാറിയത്. 2 സെൽ എന്ന് പറഞ്ഞാല് ഒരു ബേസൽ സെല്ലും നെക്സ്റ്റ് സെല്ലാണ് എന്ത്, ഒരു ടെർമിനൽ സെൽ. ബേസൽ സെല്ലിന് എന്ത് ചെയ്തു, നമുക്ക് സസ്പെൻസർ എന്ന് പറയുന്ന ഒരു പോർഷനും ടെർമിനൽ സെല്ലിന് എന്ത് ഫോം ചെയ്തു, എംബ്രിയോണൽ റീജിയനും പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ സസ്പെൻസർ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ സെല്ലുകളാണ് ഈ എംബ്രിയോനെ എന്ത് ചെയ്യുവാണ്, നമ്മുടെ എൻഡോസ്പേമിലേക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാർ. കാരണം എന്താ, അവിടുന്ന് നറിഷ്മെന്റ്സ് കിട്ടാൻ വേണ്ടി അതിനെ പുഷ് ചെയ്യുന്ന ഭാഗമാണ് ആര്, നമ്മുടെ ഈ സസ്പെൻസർ എന്ന് പറയുന്നത്. അപ്പൊ സസ്പെൻസർ എന്ത് ചെയ്യും, നേരെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ എംബ്രിയോ. കണ്ടോ, ഈ ടെർമിനൽ സെല്ലിന് എന്ത് ചെയ്തു, എംബ്രിയോ ഫോം ചെയ്തു. എംബ്രിയോ ഫോം ചെയ്തപ്പോ നോക്കിക്കേ, ഇപ്പൊ ഈ എംബ്രിയോയുടെ ഷേപ്പ് ഏത് ഷേപ്പായി, ഇപ്പൊ ഒരു റൗണ്ട് ഷേപ്പായി അല്ലെ. ഈ റൗണ്ട് ഷേപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഗ്ലോബുലാർ എംബ്രിയോ. ഇത് നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്. ആദ്യം എന്ത് ചെയ്യും, സൈഗോട്ടില് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് എന്ത് ഫോം ചെയ്തു, പ്രോ എംബ്രിയോ ഫോം ചെയ്തു. പ്രോ എംബ്രിയോയില് പിന്നെ എന്ത് ചെയ്തു, പ്രോ എംബ്രിയോ നമുക്ക് 2 സെല്ല് വരുമ്പോൾ നമ്മൾ പ്രോ എംബ്രിയോ എന്ന് പറയും. അതിന് നെക്സ്റ്റ് എന്ത് ചെയ്തു, ഓരോ സെല്ലിലും പിന്നെ ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് നമ്മുടെ ബേസൽ സെല്ലിൽ നിന്ന് സസ്പെൻസറും ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ്, ഒരു ഗ്ലോബൽ റൗണ്ട് ഷേപ്പിലുള്ള എംബ്രിയോണിക് മാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ റൗണ്ട് മാസ് ആയതുകൊണ്ട് അതിനെ ഗ്ലോബുലാർ സ്റ്റേജ് എന്ന് പറയും. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇത് നെക്സ്റ്റ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ഗ്ലോബുലാർ സ്റ്റേജ് മാറി എന്തായിട്ട് മാറി, ഹാർട്ട് ഷേപ്പ് സ്റ്റേജ് ആയി മാറി, ഹാർട്ടിന്റെ ഷേപ്പ് ആയി. നെക്സ്റ്റ് എന്തായി മാറി, ഇത് അവസാനം നമ്മുടെ ഫുള്ളി മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോ. കണ്ടേ, ഈ സസ്പെൻസർ ഇവിടെ തന്നെ നിന്നു. ഇത്രയും പാർട്ടിൽ നിന്നാണ് എന്തൊക്കെ ഫോം ചെയ്യുന്നത്, നമ്മുടെ കോട്ടിലിഡൻസും എംബ്രിയോണൽ ആക്സിസും പ്രൊഡ്യൂസ് ചെയ്യും. ഈ സസ്പെൻസർ പിന്നെ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടുന്ന് ഡീജനറേറ്റ് ചെയ്ത് പോയിക്കോളും. ഇവരുടെ ഫംഗ്ഷൻ ഈ എംബ്രിയോനെ എന്ത് ചെയ്യുവാണ്, നമ്മുടെ എൻഡോസ്പേമിലേക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരാണ് വരുന്നത്. അപ്പൊ എംബ്രിയോ ആയിട്ട് നമ്മുടെ സൈഗോട്ട് എന്താ ചെയ്യുന്നത്, കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്തൊക്കെ സ്റ്റേജ് വരും, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ, ഹാർട്ട് ഷേപ്പ് ആൻഡ് മെച്യൂർ എംബ്രിയോ. അങ്ങനെ 5 സ്റ്റേജ്. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ. ഗ്ലോബുലാർ എന്ന് പറയുമ്പോൾ എന്താണ്, എംബ്രിയോ ഇങ്ങനെ റൗണ്ട് മാസ് ആയിട്ട് നിൽക്കും. ഹാർട്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ഷേപ്പ് ആയിട്ട് മാറി. നെക്സ്റ്റ് എന്ത് ചെയ്തു, അതൊരു മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറി. ഇത് എവിടെയാ ഫോം ചെയ്യുന്നത്, നമ്മുടെ സീഡിന്റെ ഉള്ളിൽ. അപ്പൊ നോക്കിക്കേ, ഒരു മെച്യൂർ എംബ്രിയോ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ഭാഗമുണ്ട്, ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്, പിന്നെ എന്താണ്, കോട്ടിലിഡൻസ് ഉണ്ട്. എംബ്രിയോണൽ ആക്സിസിന്റെ 2 പോർഷൻസ് ആണ് ഏതൊക്കെയാ, നമുക്ക് പ്ലിമ്യൂളും റാഡിക്കിൾ. എംബ്രിയോണൽ ആക്സിസിന്റെ 2 പോർഷൻസ് ആണ് പ്ലിമ്യൂൾ ആൻഡ് റാഡിക്കിൾ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇതാണ് 2 കോട്ടിലിഡൻസ്. ഇത് നമുക്ക് ഡൈക്കോട്ട് ആയതുകൊണ്ടാണ് എന്ത്, 2 കോട്ടിലിഡൻസ്. അപ്പൊ നോക്കിക്കേ, ഇത്രയും ഭാഗം എന്തായി മാറി, സസ്പെൻസർ, അത് പുഷ് ചെയ്യാനുള്ള പാർട്ടായിട്ട് മാറി. നെക്സ്റ്റ് ഇത്രയും ഭാഗത്തിൽ നിന്നാണ് എന്ത് ഫോം ചെയ്തത്, നമുക്ക് ഒരു എംബ്രിയോണൽ ആക്സിസ് വന്നു. ഇതാണ് നമ്മുടെ എംബ്രിയോണൽ ആക്സിസ്. കണ്ടോ, ഇതാണ് എന്ത്, കോട്ടിലിഡൻസ്. അപ്പൊ ഒരു എംബ്രിയോ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണുള്ളത്, 2 പാർട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒരു എംബ്രിയോണൽ ആക്സിസും ഒരു കോട്ടിലിഡൻസ്. 2 കോട്ടിലിഡൻസ് ആണെങ്കിൽ നമുക്ക് ഡൈക്കോട്ട് എന്ന് പറയാം. സിംഗിൾ ആണെങ്കിൽ എന്ത് കൊടുക്കും, മോണോകോട്ട് എന്ന് പറയും. എംബ്രിയോണൽ ആക്സിസിന് 2 പോർഷൻ ആണ് ഏതൊക്കെയാ, നമുക്ക് പ്ലിമ്യൂളും റാഡിക്കിളും. ഇപ്പൊ നമുക്ക് ഡൈക്കോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 കോട്ടിലിഡൻസ് കാണാൻ പറ്റും. അതിന്റെ സെന്ററിൽ ഒരു എംബ്രിയോണൽ ആക്സിസ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്റ്റേജ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം, അടുത്ത് നമ്മൾ ഡൈക്കോട്ടും മോണോകോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ, നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ നമ്മുടെ ഇതിന്റെ ഡെവലപ്മെന്റ് ആണ്, എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റും എംബ്രിയോയുടെ ഡെവലപ്മെന്റും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് എന്താണ്, എംബ്രിയോയുടെ ഡെവലപ്മെന്റിന് മുന്നാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് നടക്കുക. കാരണം നറിഷ്മെന്റ്സ് കിട്ടണമെങ്കിൽ എന്ത് വേണം, എൻഡോസ്പേമിന് കിട്ടണം അല്ലെ. അപ്പോൾ അതിന് നമുക്ക് ഫ്രീ ന്യൂക്ലിയർ പറഞ്ഞു, സെല്ലുലാർ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് എന്താണ്, സൈഗോട്ടില് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ആദ്യം 2 സെൽ സ്റ്റേജ് എന്ന് പറയും. അതാണ് നമുക്ക് ഏറ്റവും പ്രിമിറ്റീവ് സ്റ്റേജ്. ബേസൽ സെല്ലും ടെർമിനൽ സെല്ലും. ബേസൽ സെല്ലിൽ നല്ല ലോങ് സസ്പെൻസറും ടെർമിനൽ സെല്ലിൽ എന്ത് ചെയ്തു, എംബ്രിയോ. അപ്പൊ
എംബ്രിയോയുടെ സ്റ്റേജ് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ എംബ്രിയോയുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്ലോബുലാർ, ഹാർഡ് ഷേപ്പ് ആൻഡ് മെച്ചുർ. അപ്പൊ നോക്കിക്കേ, മെച്ചുർ എംബ്രിയോ ഫോം ചെയ്ത് എത്ര ഭാഗത്തു നിന്നാണ്? ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് 2 കോട്ടിലൻസേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഒരു ഡൈക്കോട്ട് ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ 2 കോട്ടിലൻസ്, ഇത് രണ്ടുമാണ് എന്ത് കോട്ടിലൻസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ ഇത് രണ്ടിന് എന്ത് കൊടുക്കാം? നമുക്ക് ഇവിടെ കോട്ടിലൻസ്, ഇത് രണ്ടും കോട്ടിലൻസ് ആണ്. ഈ സെന്ററിലേക്ക് വരുന്ന ഈ ആക്സിസ് ആണ് എന്ത് എംബ്രിയോണൽ ആക്സിസ്. ഇതാണ് എംബ്രിയോണൽ ആക്സിസ്. ഇതാണ് എന്ത് 2 കോട്ടിലൻസ്. ഇതിന്റെ ടിപ്പാണ് പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ എന്തായിട്ട് വരും നിങ്ങൾക്ക് അറിയാം? എന്തായിരിക്കും പ്ലിമ്യൂൾ വരുന്നത്? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു ഷൂട്ട് സിസ്റ്റം ആയിട്ട് വരും. ആൻഡ് ദെൻ ഈ ടിപ്പ് ലോവർ ടിപ്പിനെയാണ് റാഡിക്കൽ എന്ന് പറയുന്നത്. റാഡിക്കൽ ആണ് എന്തായിട്ട് വരുന്നത്? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു റൂട്ട് സിസ്റ്റം. ഇനി ഒരു പോർഷനും കൂടി പറയാം. നമ്മുടെ ഈ എന്താണ് കോട്ടിലിഡൻസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഡൈക്കോട്ടിന്റെ ഡയഗ്രാം ഇപ്പൊ പറഞ്ഞത് 2 കോട്ടിലിഡൻസ്. അപ്പൊ ഈ കോട്ടിലൻസിനും പ്ലിമ്യൂളിനും ഇടയിലുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ റീജിയനെ പറയുന്ന പേരാണ് എബവ് ദ കോട്ടിലിഡൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എപ്പികോട്ടൈൽ എന്ന് പറയും. എപ്പികോട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എബവ് ദ കോട്ടിലിഡനും. ഈ റീജിയനെ പറയുന്ന പേരാണ് ഹൈപ്പോകോട്ടൈൽ. ഇത് ഏടിയും തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട്. എപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? എബവ് ദ കോട്ടിലിഡൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിറ്റ്വീൻ ഇതിന്റെയാണ് കോട്ടിലിഡൻ ആൻഡ് പ്ലിമ്യൂൾ, അല്ലെങ്കിൽ എബവ് ദ കോട്ടിലിഡൻ. അതേസമയം നമുക്ക് ഹൈപ്പോകോട്ടൈൽ എവിടെയാണ് വരുന്നത്? ബിറ്റ്വീൻ കോട്ടിലിഡൻ ആൻഡ് റാഡിക്കൽ. അപ്പൊ ഇതാണ് നമ്മുടെ പോർഷൻസ്. അപ്പൊ ഇത്രയും എംബ്രിയോണൽ ആക്സിസ് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഇവിടെ പ്ലിമ്യൂൾ ആൻഡ് റാഡിക്കൽ. ഒപ്പം തന്നെ നമുക്ക് എന്താണ് 2 പോർഷനും കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേർക്കാം. ഇതൊക്കെയാണ് എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഇവിടെ പ്ലിമ്യൂൾ കൊടുത്തു, അപ്പർ സൈഡ് പ്ലിമ്യൂളിന്റെ തൊട്ട് താഴെ എന്ത് വരും? നമുക്ക് എപ്പികോട്ടൈൽ വന്നു. ദെൻ കോട്ടിലിഡൻസ്, അതിന്റെ താഴെ ഹൈപ്പോകോട്ടൈൽ, അതിന് താഴെ എന്ത് വന്നു? റാഡിക്കൽ. ഈ ചിലതിൽ എന്തായിരിക്കും? റാഡിക്കലിന് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് കൂടി ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ കോളിയോപ്റ്റൈൽ, കോളിയോറൈസ്, അത് നമുക്ക് മോണോകോട്ടിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ എംബ്രിയോണൽ ആക്സിസ്. നമുക്ക് ഇതിനൊന്നും കൂടി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇങ്ങനെ 2 പാർട്ട് പറഞ്ഞിട്ട് എംബ്രിയോണൽ ആക്സിസിന്റെ പോർഷൻസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? പ്ലിമ്യൂൾ, എപ്പികോട്ടൈൽ, ഹൈപ്പോകോട്ടൈൽ, റാഡിക്കൽ. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഒന്നുകൂടി നോക്കുക. എപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബവ് ദ കോട്ടിലിഡൻ, ഹൈപ്പോകോട്ടൈൽ എന്ന് പറഞ്ഞാൽ ബിലോ ദ കോട്ടിലിഡൻസ്. അപ്പൊ ഇതിന്റെ റീജിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് 2 തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ്? എബവ് ദ കോട്ടിലിഡൻസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കോട്ടിലിഡൻ ആൻഡ് പ്ലിമ്യൂൾ. ഇവിടെയാണെങ്കിലോ ഹൈപ്പോകോട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ കോട്ടിലിഡൻ ആൻഡ് റാഡിക്കൽ. ഇത്രയാണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ്. അപ്പൊ നോക്കിക്കൊന്നുകൂടി നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ നമുക്ക് ഒരു 6-7 ഇവന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെന്റും എൻഡോസ്പോമിന്റെ ഡെവലപ്മെന്റ് ആണ് ഇപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കൊന്നുകൂടി ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ക്യാരക്ടേഴ്സ് ഒന്നുകൂടി പറഞ്ഞാൽ എങ്ങനെയാണ് കോട്ടിലിഡൻസ് അറേഞ്ച് ചെയ്യുന്നത്, റാഡിക്കലും പ്ലിമ്യൂളും നോക്കാം. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ. നമ്മുടെ ഇന്നത്തെ പോർഷൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത എംബ്രിയോ സീഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓൾ ഓഫ് യു സ്റ്റഡി വെരി വെൽ ആൻഡ് റീകോൾ ദ പോർഷൻസ് ആൻഡ് താങ്ക് യു.